കുറച്ചാണ്. കുതിരാൻ തുറങ്കം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇനിയുള്ള സ്ഥലത്തിൻ്റെ പേര് ടോൾഗേറ്റ് ആണ്. ടോൾഗേറ്റ് ഈ സ്ഥലത്തിൻ്റെ പേര് എന്താ പറയാ? ഏത് ടോൾ? വടക്കാഞ്ചേരി ടോളാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വടക്കാഞ്ചേരി ടോൾ ലക്ഷ്യമാക്കി നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഹലോ ഞങ്ങള് വടക്കാഞ്ചേരി ടോള് ലൈവ് വന്നോണ്ടിരിക്കുക. ലൈവില് ശരി കുഴപ്പമില്ല. അത് തന്നെ രണ്ടെണ്ണം കഴിഞ്ഞു. ഈ വീട്ടിലും കാണും. ഓക്കെ. അത് കോയമ്പത്തൂർക്കാണോ വണ്ടി? ആ വണ്ടി കോയമ്പത്തൂരാണോ? കോയമ്പത്തൂർ ഉപ്പറ സ്റ്റാൻഡിൽ ബിരിയാണി കേട്ടോ. പാലക്കാട് അല്ലല്ല കോയമ്പത്തൂർ മുന്നേ പോക്കോട്ടെ. നല്ല കാര്യം. ഇപ്പഴാ കണ്ടത് പറഞ്ഞത്. മുന്നേ കോട്ടത്ത് തൊട്ടടുത്ത് രണ്ട് വണ്ടികൾ കിട്ടിയെങ്കിൽ ശമ്പളം നേരെ കൊടുക്കണില്ല, പെൻഷൻ കൊടുക്കണില്ല. ഈ നാട്ടിൽ ചായ പിടിക്കാൻ 10 കൊടുത്ത് ചായ പിടിക്കാൻ നിർത്തില്ലാത്ത അവസ്ഥയായി. ജനങ്ങള് ആ മുഖാചകത്തില് താഴെ നിന്ന് ജോലി ചെയ്യാൻ നടക്കുന്നത്. പെൻഷൻ കുത്തിച്ചപ്പോ
കാര്യത്തില് സ്ഥാനങ്ങളാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 5 പേരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 5 പേര് 5 പേരാ. മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുന്നു. കഷ്ടപ്പെട്ടവർ ഇവിടെ അടുത്ത തവണ എന്തായാലും 4 സീറ്റിൽ 5 സീറ്റിൽ BJP വന്നവർ എന്റെ കണക്കുള്ള അവരുടെ 5 കൊല്ലം ഭരിച്ചു നോക്കിയിട്ട് എങ്ങനെയൊന്നും അറിയാറുണ്ട്. ഇവര് അങ്ങോട്ടും മാറി മാറി മുന്നോട്ടേക്കല്ലേ ഒന്നിലേക്ക് വന്നിട്ടില്ല. പഞ്ചായത്തിലെ പ്രതിപക്ഷമില്ല, മുനിസിപ്പാലിറ്റിയില്ല, പ്രതിപക്ഷമില്ല.
ഞാൻ പഠിക്കട്ടെ കേട്ടോ പിള്ളേരുടെ ആദ്യം പനി ഇപ്പോഴത്തെ പനി പെടുത്ത പനിയാണ് അകത്തോട്ട് തള്ളിയിട്ടുണ്ട് വീട് മുതലായിട്ട് അമ്മ ഒഴിയിട്ട് അവിടെ പോയി ചെയ്യാന്നുള്ളൊരു ഊട്ടി ഇതോടെ ആലത്തൂര് ആലത്തൂരില്ലേ ഏടാ ആലത്തൂർ എത്തിയിരിക്കുന്നു ആലത്തൂര് ദേ 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 ദേ
സൗണ്ട് ഉണ്ടോ? ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. സൗണ്ട് ഉണ്ടോ? ഹലോ ഹലോ ഹലോ. എല്ലാവരും പരുവായി സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് ഒന്നും മിണ്ടാൻ പറ്റുന്നത്. എന്നോ രസമാണല്ലേ, അടിപൊളി. ആലത്തൂർ കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നോ വിശാലമായ റോഡാണല്ലേ. ഇവിടെ കണ്ട ലുലു മാളല്ലേ.
ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ 9745232007 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. 9745232007 എന്ന നമ്പറിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും.
ടെസ്റ്റിംഗ്
ചന്ദ്രനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. പാലക്കാടിന്റെ മണ്ണിലോട്ട് നമ്മൾ കയറുകയാണ്. നോക്കിയാൽ മലനിരകൾ നോക്കി എന്തോ രസമെന്നറിയോ, കാണാൻ അടിപൊളി കാഴ്ചയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടില്ലേ, എന്നാ സ്റ്റൈലാന്ന് നോക്കിയേ. പാലം മാത്രം 3 വരി പാത, പാലം വിട്ട് കഴിഞ്ഞാൽ 2 വരി പാത. ഇനി അങ്ങോട്ടുള്ള കാഴ്ച അമേസിങ് കാഴ്ചയാണ്, ഒരു രക്ഷയില്ലാത്ത കാഴ്ച, ഒരു രക്ഷയില്ലാത്ത കാഴ്ച. നോക്കിയേ, നമ്മൾ പാലക്കാടല്ലെത്തിയേ. ഏടാ ഡോണെ പാലക്കാടല്ലേ? നാഷണൽ ഹൈവേ 544 എന്ന് പറഞ്ഞ അക്കത്തില്ലേ. അങ്ങനെ പാലക്കാടിന്റെ മണ്ണിലേക്ക് നമ്മൾ കാലിച്ച് കുത്തുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും ഇവിടെ വരെ കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. സാറന്മാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അടുത്ത പണി തരാൻ വേണ്ടി.
ഓരോ നേരത്തും ഇവൻ്റെ വട്ടം പിടിച്ചു ഡിസക്ട് ഓർമ്മ അടിച്ചിട്ട് കൊടുക്കുക ഓർമ്മ അടിച്ചിട്ട് നമ്മൾ എല്ലാവരും ഞാൻ ഒട്ടും അങ്ങനെ പാലക്കാട് ഞങ്ങൾ കോയമ്പത്തൂരിൻ്റെ മണ്ണിലേക്ക് ഞങ്ങൾ നടന്ന് എന്തു രസമാണ്, എന്തു വിഷ്വലാന്ന് നോക്കി. ഓ എൻ്റെ പൊലണാവുകയെ എനിക്ക് എന്തു വലിയ പശ്ചിമഘട്ട മലനിരകളുടെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോയമ്പത്തൂരിൻ്റെ മണ്ണിലേക്ക് എത്താറായിട്ടുണ്ട്. ഏകദേശം ഇനിയും വലിയ ദൂരമില്ല. ബോർഡർ കടന്ന് ബോർഡറിൽ എന്താണ് സ്ഥിതി എന്നറിയില്ല. എന്തായാലും നമ്മൾ ബോർഡർ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എല്ലാം ഫുൾ ക്യാമറയാണ്. ഇവിടെ അല്ലാണ് RT ഓഫീസ്, ചെക്ക് പോസ്റ്റും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ക്ഷമിക്കണം, ഇടയ്ക്ക് ഔട്ടായി പോയതാ, പിടിയുന്നു കണ്ടില്ല. വെൽക്കം ടു കോയമ്പത്തൂർ. കോയമ്പത്തൂരിൻ്റെ മണ്ണിലേക്ക് നമ്മൾ ഇറങ്ങാണ്. ഈ സൈഡിലോട്ട് നോക്കിയാൽ പശ്ചിമഘട്ട മലനിരകളുടെ ഒരു വലിയ മലനിരകൾ തന്നെ കാണാം. എന്ത് രസകരമായ മലനിരകൾ കാണാം. അയ്യോ അയ്യ. ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്.
ഓൺലൈൻ ബുക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മൾ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ഹലോ ലത്തീഫണ്ണ, പറഞ്ഞോ. ഞാനിപ്പോൾ റോബിൻ ബസ്സിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കോയമ്പത്തൂർ. ഒന്നും പറയാനൊക്കത്തില്ല. എന്ത് പറ്റി? ആ ആ നമുക്ക് ചെയ്യാമല്ലോ, കുഴപ്പമില്ല. ഞങ്ങളിത് ഇത് ഈ ഇന്നത്തെ ട്രിപ്പ് കഴിയാതെ എനിക്കൊന്നും പറയാനൊക്കത്തില്ല. നാളെ നോക്കട്ടെ, നാളത്തെ കാര്യം. ഇന്ന് ഇത് കഴിയാതൊന്നും ഒന്നും എനിക്ക് ആൻസർ ചെയ്യാനൊക്കത്തില്ല. നമുക്ക് സെറ്റാക്കാം. ഉണ്ട് ഞാൻ തരാം. ലിങ്ക് തരാം. ബോസ്കോ കളമശ്ശേരി അങ്ങനെയുള്ളവരൊക്കെ. ബോസ്കോ കളമശ്ശേരി, സൂരജ് പാലക്കാട്, ബോസ്കോ കളമശ്ശേരി, പച്ചക്ക് പറയും. ഞാൻ സംസാരിക്കില്ല. ഞാൻ നമ്പർ തരാം. അണ്ണൻ തന്നെ വിളിക്കുക. അവരെ ഡയറക്റ്റ് അവരെ വിളിക്കണം. ഞാൻ നമ്പർ തരാം. ഇപ്പോൾ വെച്ച ലൈവ് ഇപ്പോൾ ലൈവ് എത്ര ഡീറ്റെയിൽസ് തരാം. എല്ലാവരുടെ കണക്ഷൻ തരാം. എനിക്ക് ഒരുപാട് പേരുണ്ട്. ചാനൽ റിപ്പോർട്ടർ എല്ലാ ചാനലും നമുക്കറിയാലോ. എല്ലാവരും കമ്പനിയാണ്. എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. കാര്യങ്ങൾ ഡീറ്റെയിൽസ് എനിക്ക് വാട്സപ്പ് ചെയ്യാമോ? അപ്പോൾ അതെനിക്ക് അതനുസരിച്ച് ഇതിൻ്റെ ഓർഡറോ ഹൈക്കോടതിയുടെ എന്തെങ്കിലും ഓർഡർ അതെനിക്കത് വാട്സപ്പ് ചെയ്യും. ഞാനിതനുസരിച്ച് ലൊക്കേഷൻ കൊടുത്തിട്ട് ഞാനിത് ഫോർവേഡ് ചെയ്യാം. ഓക്കെ. അപ്പം ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ഞാനിപ്പോൾ ഈ ലൈവിനിടയ്ക്ക് ചെറിയൊരു കാഴ്ച നിങ്ങളെ കാണിക്കണം. അടിപൊളി കാഴ്ച ഉണ്ടോ? പക്ഷേ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തൊരു ആർ ടി ഓഫീസറോടോ, പക്ഷേ ആർ ടി ഓഫീസർമാർ അവിടെ വന്നു. അതുകൊണ്ട് നല്ലൊരു കാഴ്ച കൊണ്ടാണ് ഈ. അപ്പോൾ ഇങ്ങനെ സൈഡ് നല്ല രസമാണ് കാണാൻ. പാലക്കാട് കോയമ്പത്തൂരോട്ട് കയറുമ്പോൾ നല്ല രസമാണ് കാണാൻ. കോയമ്പത്തൂർ ഇനിയും ഒരുപാട് പോകണം ഉണ്ട്. ഓക്കെ, അത് ഈ നമ്പർ തന്നെ 9745232007. ഓക്കെ. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, അതോടൊപ്പം ഞാൻ ചെറിയൊരു കാര്യം കൂടെ കാണിക്കാം. തന്നെ ഇതാണ് നമ്മുടെ ബുക്കിംഗ് നമ്പർ. ഇനി കണ്ടില്ല, 9745232007 എന്ന നമ്പറിലാണ് ബുക്ക് ചെയ്യേണ്ട നമ്പർ കേട്ടോ, മറക്കണ്ട. അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്നോ, ബോണിച്ചേട്ടാ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? എവിടോ ഒരു സ്ഥലത്തെത്തി. പാലക്കാട് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ടാ. ഇവിടെ എനിക്കൊന്ന് ബോർഡർ ഏറിയാ തോന്നുന്നു കണ്ടിട്ട്. വെയിറ്റിംഗ്. അറിയാവുന്നവരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. രാവിലെ തൊട്ട് ഒരേ ഇരിപ്പാ. 6 മണിക്കൂർ മേളിലായി. 6, 5, 6, 7, 8, 9, 10, 11, 12, 5 മണിക്കൂർ, 6 മണിക്കൂറായി. കഞ്ചിക്കോട് എന്ന സ്ഥലമാണ് കേട്ടോ. ചേട്ടൻ ലോറൻസ് ചേട്ടൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. കഞ്ഞിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിരിക്കുകയാണ്. 5 മണിക്കൂറായി ഞങ്ങളിങ്ങനെ. 5 അല്ല 12, 5 മണി, 6 മണി, 7 മണി, 8 മണി, 9 മണി, 10 മണി, 11 മണി, 12 മണി.
9497352007 അല്ലേ? ഓ, അതാണ് നമ്പർ കേട്ടോ. ചെറിയൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ. ഈ നമ്പറല്ല, 9497230007 അല്ലേ? നമ്പറിലാണ് ഉള്ളത്. എന്തായാലും ഞാൻ കമന്റ് ബോക്സിൽ അതിനെപ്പറ്റി അമ്മാരുടെ വഴി പോകുന്നു. അമ്മാര് എത്ര മണിക്കാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്? അതിനെ പറ്റിയോ? അത് കോയമ്പത്തൂരല്ലേ? അതിനിപ്പോ ഡ്രൈവറെ നിർത്തി ചോദിക്കാം. ടിൻ മണിയടിക്കൂ. ഓഹോ, ഒന്നാമതേ ഉള്ളു മണിയടിക്കാം. യാത്ര വിജയകരമായിട്ട് നമ്മള് വാളയാറിലേക്ക് എത്തിച്ചേരുകയാണ്. വാളയാറിന്റെ മണ്ണിലേക്ക് എത്തിച്ചേരും. കഷ്ടി ഒരു 30 കിലോമീറ്റർ കടന്ന പിന്നെ കോയമ്പത്തൂർ. 5 മണിക്കൂറായിട്ട് നോക്കിയിരിക്കുന്ന ആരെങ്കിലും കേട്ടാ. അയ്യോ, അവര് സിഗ്നലിട്ട് കേട്ടോ. അതുപോലെ സിഗ്നലിട്ട് ഇപ്പുറത്ത് കയറിക്കോണേ. അതാണ്ട് ഫോട്ടോ എടുത്തോണ്ട് പോകുന്നു ചേട്ടന്മാര്. ചേട്ടാ താങ്ക് യു. ആപ്പിളിന്റെ ഫോൺ വെളിയിലേക്ക് എടുത്ത് വെച്ച്. എന്റെ പൊന്നളിയ സത്യം പറയല്ല, നമ്മളിപ്പോ ഈ MLA മന്ത്രിയൊക്കെ പോകുന്ന സമയത്ത് ആളുകൾ ഇന്ന് കൈയൊക്കെ പൊക്കി കാണിക്കും. റോഡ് സൈഡിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ. ഇത് സത്യം പറഞ്ഞ ഒരു ബസ്സിനാണ് ഈ ആളുകൾ ഇത്രയും കൈ കാണിക്കുന്നത്. അത് തന്നെ പറഞ്ഞ താഴോട്ടുള്ള വ്യൂ കേട്ടോ. അതാണ് ജനഹൃദയങ്ങൾ. അവിടുന്ന് എടുത്തത് മുതൽ ഇവിടെ വരുന്നത് വരെ ഒരു ബസ്സിനാണ് ആളുകൾ ഈ രീതിയിൽ കൈ വീശി കാണിക്കുന്നു. എന്തെല്ലാം ആളുകൾ കാണിക്കുന്നു, തംസപ്പ് കൈ, എന്തെല്ലാം പരിപാടികളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു, അതും പിന്നെ ആ നിർത്തിയ സ്ഥലത്തൊക്കെ ഞാൻ സത്യം പറഞ്ഞ ഇപ്പൊ അടുത്ത കാലത്ത് ഇതുപോലെ ഫോട്ടോ എടുക്കുന്ന വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ടല്ലോ. വന്ദേ ഭാരത് ട്രെയിൻ വരുന്ന സമയത്തൊക്കെ ഓരോ സ്റ്റേഷനിലൊക്കെ ആളുകൾ ഈ മാതിരി ഫോട്ടോ എടുപ്പ്, സെൽഫി എടുപ്പൊക്കെ ഇഷ്ടം പോലെ കണ്ടു. ഇതൊക്കെ നമ്മളെ രാവിലെ കാപ്പി പിടിക്കാനൊക്കെ നിർത്തിയ സമയത്ത് എന്നെ ആളാളിയാ. അതെ, ഒരാൾ ഫോട്ടോ എടുക്കുന്നു. അതാണ് ഏറ്റവും പൊന്നോതെ വണ്ടി നിർത്തി സെൽഫി എടുക്കുന്നു. വന്ദേ ഭാരതിന് പോലും ഇതുപോലൊരു സ്വീകരണം കിട്ടി കാണത്തില്ല. സിഗ്നലിനകത്ത് വണ്ടി നിർത്തി ഇറങ്ങി ഫോട്ടോ എടുക്കുന്നത്. വണ്ടി പൊന്നോ, ഇത് അവർക്ക് വല്ല അടിച്ചു കിട്ടും. ഇല്ല എന്താ സിഗ്നൽ നിർത്തി കിടക്കല്ലോ. അടിപൊളി നോക്കിയേ. ഇതിനും വലിയ സ്വീകരണം സ്വപ്നങ്ങളിൽ മാത്രം. അത് തന്നെ. അപ്പൊ അന്നത്തെ കണ്ടായിരുന്നു എന്ത് പറഞ്ഞു. സ്വീകരണം സ്വപ്നങ്ങളിൽ മാത്രം. അപ്പൊ അന്നത്തെ ദിവസം കണ്ടായിരുന്നെങ്കിലും പിന്നെ ആരും അറിഞ്ഞിട്ടില്ല. വണ്ടി ഇറങ്ങിയതിനെ പറ്റി ആരും അറിഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. നോക്കി എന്നാ സെൽഫി എടുപ്പായിരുന്നു. താങ്ക് യു. അടിപൊളി. താങ്ക് യു. ആവേശോജ്വലമായ സ്വീകരണങ്ങളിൽ ആ ചേട്ടൻ വണ്ടിക്കകത്ത് നോക്കുന്നു. നോക്കുക. KSRTCയിലെ റോബിൻ മോട്ടോ സത്യം പറഞ്ഞാല് മലയാളികൾക്കിടയിൽ മാത്രമല്ല മൊത്തത്തിൽ ഫേമസ് ആയി കഴിഞ്ഞ തമിഴന്മാരൊക്കെ നോക്കുന്ന ഓട്ടം കണ്ട. തമിഴ് പിള്ളേരാണ്. അവർ തമിഴ് പിള്ളേർ ക്യാമറ എടുത്തിട്ട് പോകുന്നു. ക്യാമറ എടുത്തിട്ട് മുടിച്ചിട്ട് കൈ എടുക്കല്ലേ. ഒരു ബൈക്കിൽ പിള്ളേര് ക്യാമറ എടുത്തിട്ട് പോകുന്നുണ്ടോ. സ്വാമിമാര് വരെയും കൈ. ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നു റോബിൻ മോട്ടോസ്. തൊണ്ടെല്ലാം പോയി. ഇതെങ്ങനെ നമ്മൾ ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കേണ്ടത്? ഇത് റോബിൻ ഗിരീഷ് എന്നൊരു വ്യക്തിയുടെ വിജയമാണോ അതോ നമ്മുടെ എന്താണ് സത്യം പറഞ്ഞാൽ ആ ഒരു വിഷയത്തെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ഒരു കാര്യം. ഒരുപാട് പേര് ചേർന്നു ആ സിസ്റ്റം നേരെയാകണമെന്ന് കരുതിയിട്ട് എന്തായാലും അറിയില്ല. വളരെ വലിയ ദൂരമില്ല. ഓ പിള്ളേര് കുഞ്ഞു കുട്ടികൾ മുതൽ ആണല്ലേ. അതുപോലെ നമുക്ക് പിന്നെ കാണേണ്ട ഒരു കാര്യം ഈ മലയോര ഒരു സെക്കൻഡ്, അതായത് ഈ കോയമ്പത്തൂര് പാലക്കാട് റോഡില് ഞാൻ ഇപ്പോഴും പറയാം, പശ്ചിമഘട്ട മലയോര പ്രദേശങ്ങളിലെ കാണാൻ രസകരമായ ഒരു കാഴ്ചയാണ് ഈ ഒരു കാഴ്ച. നോക്കിയേ കണ്ടല്ലോ എന്നാ കാഴ്ചയാ. നോക്കി കണ്ടോ, എന്നാ വെട്ടിക്കെട്ട് വിഷ്വലാന്ന് നോക്കിയാ കണ്ടോ. നോക്ക്, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് കേട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു വലിയൊരു കാര്യമാണ് ഈ കോയമ്പത്തൂർ ട്രിപ്പിലല്ലേ. ശരിക്കും പറഞ്ഞാൽ എന്തായാലും വളരെ രസകരമായ ട്രിപ്പാണ്. അങ്ങനെ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റ് വളയാർച്ച് ആണോ?
ഫ്രം UAE അനീഷ്. അത് തന്നെ നാമോ വളരല്ലേ? അത് തന്നെ ഡ്രൈവർ സാറേ വളരണോ? ഇത് ഈ സ്ഥലത്തിന്റെ പേര് ആണോ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഇത് തന്നെ ഉറപ്പിച്ച് 2 തരം 3 തരം. ഈ കാലങ്ങ് വേദനിച്ചില്ലേ? അപ്പച്ചനൊക്കെ തിളങ്ങി നിൽക്കുകയാണ്. എന്തെടുത്താലും അപ്പച്ചൻ സമയം 12:30. ഉറപ്പിച്ചോ? ടോളാണ് ബ്രോ. നമ്മൾ ബോർഡറിലെത്തി. വളരെ ചെക്ക് പോസ്റ്റ് ആയിരുന്നു. വാളയാർ ചെക്ക് പോസ്റ്റ്. ഇതും കടന്ന് അങ്ങനെ തമിഴ്നാട്ടിലേക്ക് റോബിൻ മോട്ടോഴ്സ് അതിന്റെ ചൈത്രയാത്രത്തിൽ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എത്ര മണിക്ക് നമ്മൾ യാത്ര? 5 മണിക്ക് തുടങ്ങിയ യാത്ര ഏതാണ്ട് 7ഓളം മണിക്കൂറുകൾ പിന്നിട്ട് ഇപ്പൊ 12:30 ആയില്ലേ? 12:30 കഴിഞ്ഞിരിക്കുന്നു. 12:30 7 മണിക്കൂറോളം നീണ്ട ലൈഗിടിയിലാണ്. വളഞ്ഞു വള്ളം പോലായി. അങ്ങനെ വാളയാർ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതാണ്ട് 7.5 മണിക്കൂറോളം 12 മണിക്ക് എത്തിച്ചേരേണ്ടതാണ് അല്ലേ? പക്ഷേ നമ്മുടെ ഹലോ ചെക്ക് പോസ്റ്റ് ഇപ്പുറത്തേക്കുള്ള മനോഹരമായ കാഴ്ച കേട്ടോ. പശ്ചിമഘട്ട മലനിരകളാണ് സൗദിന്ന്. പറഞ്ഞോളൂ ചേട്ടാ. ലൈവിലിരിക്കുകയാണ്. നമുക്ക് യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് ഒന്ന് പോയാലോ? താങ്ക് യു. മലപ്പുറം ജില്ലയിൽ ഒരു ചങ്ക് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കോൾ വിളിച്ച പേരെങ്ങനെയാണ് ചേട്ടൻ്റെ പേരെങ്ങനെ? ഫവാസ് അല്ലേ? ഫവാസ് എന്ന് പറയുന്ന ചേട്ടൻ ഇതുപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടം മുതൽ ആള് നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് താങ്ക്സ് ഉണ്ട് ഗിരീഷ് ചേട്ടന്. എനിക്കല്ല, ഗിരീഷ് ചേട്ടന് കൊടുക്കുന്ന ഒരു MVD ഒന്ന് കട്ട് ചെയ്യണേ. MVD പോകുന്നു ഒന്ന് കട്ട് ചെയ്യണേ. MVD പോകുന്ന പോലെ എസ്കോട്ടോടുകൂടി MVDയുടെ എസ്കോട്ടോടുകൂടി നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. MVD ചേട്ടൻ MVDയുടെ എസ്കോട്ടോടുകൂടിയാണ് നമ്മൾ പോകുന്ന സുഹൃത്തുക്കളെ. കണ്ടില്ലേ? MVDയുടെ എസ്കോട്ട്. എവിടെ കണ്ടാ? അങ്ങനെ നമ്മുടെ വരുന്നവരെല്ലാം വണ്ടിയിലെല്ലാം കൈ കാണിച്ചാണ് പോകുന്നത്. നല്ലൊരു വലിയ സന്തോഷകരമായ ഒരു മൊമെന്റാണത്. രാവിലെ 5 മണിക്ക് തുടങ്ങിയ ലൈവാണ്. നമ്മൾ അങ്ങനെ കോയമ്പത്തൂരിന്റെ മണ്ണിലേക്ക് നമ്മൾ ചവിട്ടി കയറിയിരിക്കുകയാണ്. ബോർഡറിലേക്ക് പശ്ചിമഘട്ട മലനിരയോട് ചേർന്ന് ഉള്ള 4 വരി പാത നാഷണൽ ഹൈവേ 544 ഇതാണ് നമ്മൾ കോയമ്പത്തൂരിന്റെ മണ്ണിലേക്ക് പറഞ്ഞ ഡേറ്റിൽ 26-ാം തീയതി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആസ് പെർ ദ റൂൾസ്, കേന്ദ്ര സർക്കാരിന്റെ AITP റൂള് പ്രകാരമാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുക. ഇന്നും വഴിയിൽ 2-3 തവണ നടന്നു. ഇനി എവിടെയൊക്കെ നടച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും കാണേണ്ട കാഴ്ച തന്നെയാണ്. വളരെ സന്തോഷം. എല്ലാവർക്കും ഒരേ നിയമങ്ങളായിരുന്നു. വളരെ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഭാഷ്യം. അപ്പം എന്തായാലും ഫവാസ് ബാബു എന്ന് പറയുന്ന ആള് ലൈക്ക് അടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പം എന്തായാലും കൊള്ളാം. പോകുന്നുണ്ടല്ലേ? വഴിയിലൊക്കെ ഡ്രൈവർമാർ ഇറങ്ങിയെന്ന് വീഡിയോ എടുക്കുന്നുണ്ടോ? നല്ല നട റോഡിലെ ആൾക്കാർ ചെങ്ങന്മാര് നട റോഡിൽ ഇറങ്ങിയിരുന്ന് വീഡിയോ എടുക്കുന്ന ഒരു നെക്കൊക്കെ പറഞ്ഞാൽ വേറൊരു ഫീലാണ് അല്ലേ? വല്ലാത്തൊരു ഫീല് തന്നെയാണ്. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് കോയമ്പത്തൂരിന്റെ മണ്ണിലേക്ക്, തമിഴ്നാടിന്റെ മണ്ണിലേക്ക്. പാലം കയറിയോ? ഇല്ലല്ലോ.
കാഴ്ചകളാണ് അല്ലേ. റോഡൊക്കെ പിള്ളേരെ കുട്ടികൾ പേടിയെടുത്ത് വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വട്ടപ്പാറ എന്ന് അവിടെ പിള്ളേർ അങ്ങനെ വീണ്ടും താണ്ട് ഡ്രൈവർമാരെല്ലാം കൂടെ വഴിയിലിറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടോ. ഡ്രൈവർമാരും തൊഴിലാളികളും ഒക്കെ വഴിയിലിറങ്ങി ടാറ്റ കാണിക്കുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നീട് കാണാം. എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെന്റാണ്. ശരിക്കും ആളുകളൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. മോണിച്ചേട്ടാ എല്ലാരും അറിഞ്ഞു വരുന്നേ ഉള്ളൂ അല്ലേ വണ്ടി ഇറങ്ങി എന്നുള്ളത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. നിയമങ്ങൾ അറിയുന്നവർക്ക് വിട്ടുകൊടുക്കരുത് ഗിരീഷേട്ടാ. ഇല്ല, വിട്ടുകൊടുക്കത്തില്ല മച്ചാനെ. ഞാൻ മില്ലുകാരനാണ്, ഗിരീഷേട്ടൻ വണ്ടിയിലില്ല. അപ്പൊ എന്തായാലും ഗിരീഷേട്ടൻ അന്നേരം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു യാത്രയാണ്. യൂണിവേഴ്സിറ്റി ബയോഡൈവേഴ്സിറ്റി റിച്ച് സോൺ വാച്ച് ഔട്ട് എന്നൊക്കെ പറഞ്ഞ കുറെ ബോർഡുകളൊക്കെ കാണാം. അങ്ങനെ എന്തായാലും വാളയാറും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നേരിൽ കാണാൻ പോകുന്ന RT ഓഫീസിന്റെ മുന്നിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. എന്തായാലും നമുക്ക് കാണാം RT പിടിക്കുമോ ഇല്ലയോ. RT ഓഫീസിൽ ചെക്ക് പോസ്റ്റ് അവസാനത്തെ RT ഓഫീസിന്റെ അവിടോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. RT ഓഫീസിന്റെ അവിടെ ഇല്ല. വരൂ 1 സെക്കൻഡ്. അയ്യോ നമ്മുടെ ചായ കുടി. ഒരു സെക്കൻഡ് വരുന്നു. നമ്മുടെ RT ഓഫീസ് അങ്ങോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ എന്തായാലും അവർ ചെക്കിങ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും നോക്കട്ടെ, വെയിറ്റ് ചെയ്യാണ്. സത്യം ജയിക്കും അത് തന്നെ. അല്ല നമ്മുടെ ചായ കുടി അത് തന്നെ. ഒരു നല്ല ടൂർ പോകുന്ന ഫീൽ. അത് തന്നെ, നല്ല ടൂർ പോകുന്ന ഫീലാണ്. പ്രത്യേക ഇതാണ് നമ്മുടെ. വരുന്നു ലൈവ് വരുവാ അങ്ങോട്ട്. വാളയാർ ചെക്ക് പോസ്റ്റിലേക്ക്. വാളയാർ ചെക്ക് പോസ്റ്റ് അവിടെ എത്തിയെന്ന് വാളയാർ ചെക്ക് പോസ്റ്റ്. അങ്ങനെ നമ്മൾ വാളയാറിന്റെ മണ്ണിലേക്ക് നമ്മൾ ടോളും കഴിഞ്ഞ് യഥാർത്ഥ വാളയാറിന്റെ ബോർഡ് കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിരിവിന് നിൽക്കുന്ന ആളാണോ? അല്ല, കണ്ടല്ലേ. വരുന്നതാണ് എത്തിയോ? ചെക്കിങ്ങാണ്. ദൂരേന്ന് കൈ കാണിക്കുക. എന്റെ പൊന്നണാവേ. ദൂരേന്നേ കൈ കാണിക്കുകയാണ്. കണ്ടില്ലേ? ദൂരേന്നേ കൈ കാണിക്കുകയാണ്. അങ്ങോട്ട് കയറ്റി നിർത്താൻ. എന്റെ പൊന്നണാവൂ, എന്നാ ചെക്കിങ്ങാ. റോബിൻ ഗിരീഷിന്റെ വണ്ടിക്ക് മാത്രം എന്നാണാവൂ ഇത്രയും ചെക്കിങ്. ഭയങ്കര ചെക്കിങ് ആണോ, വല്ലാത്ത ചെക്കിങ് ആണല്ലോ. അവര് ഫാൻസുകാരാന്ന് തോന്നുന്നു. അവര് ഫാൻസുകാരാണ്. അപ്പൊ എന്തായാലും സാറുമാർ അവർ ചെക്ക് ചെയ്യട്ടെ, അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ. എന്തായാലും വളരെ സന്തോഷമുണ്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ, കാണുന്നതിൽ. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. സാറുമാരെ കണ്ടില്ലല്ലോ. എന്തി തുറന്ന് ഡോണേ
ഇതൊന്നും അല്ല, റേഷൻ കാർഡ് വരെ ഞങ്ങളിലേക്ക് ഉണ്ട്. റേഷൻ കാർഡ് വരെ. ഇതെന്താ സാറേ? ഞങ്ങളുടെ കുണ്ടിയിൽ പാസഞ്ചർ ഫോട്ടോ എടുക്കല്ലേ സാറേ? അല്ല എന്തിനാ സാർ പാസഞ്ചർ ഫോട്ടോ എടുക്കുന്നത്? എന്തൊരു നിയമമാണ് നോക്കണല്ലേ? എന്താ ചോദിക്കുന്നത്? മൂവാറ്റുപേരും തൊഴിലുള്ള ആൾക്കാർക്ക് കോയമ്പത്തൂർ വരെ പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെ അറിയാം. വീണ്ടും ഈ മുട്ടിലെ എന്തെല്ലാം സംഭവങ്ങൾ നടത്തിയില്ല. പിടിച്ചോറി കഴിഞ്ഞ ദിവസം നടത്തിയില്ല. കഷ്ടമുണ്ട് സാറേ. പിണക്കമില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് എടുത്തോട്ടെ. പിണക്കമില്ലെങ്കിലാട്ടോ. സജീവ് പി വി, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. വെറുതെ വണ്ടി എല്ലാവരും സമയത്ത് എത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് കേട്ടോ. സാറേ താമസമുണ്ടോ സാറേ? അല്ലല്ല പോവാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ ആക്കിയാൽ ദീപക് കെ പി. ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. നമ്മളെ ആ വാഹനത്തിൽ ഞങ്ങൾ കോയമ്പത്തൂർ തന്നെ വിട്ടാൽ മതി. സാർ ഇത് ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധന കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ എം പി ഉദ്യോഗസ്ഥന്മാരെ പരമാവധി പരമാവധി ടോപ്പിംഗ് ബസ്സിന് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇതിലൂടെ എത്ര ബസ് പോയിട്ടുണ്ട്? ഈ റോഡിൽ ഇന്ന് ടോപ്പിംഗ് ബസ് മാത്രമാണോ പോയിട്ടുള്ളൂ? എല്ലാ വണ്ടിയും പരിശോധിക്കണം സാറേ കേട്ടോ. ഇത് മാത്രം കഴിക്കല്ലേ? ഒരു കുഴപ്പമില്ല. എല്ലാവരും മിണ്ടാണ്ടിരുന്നേനെ. കോയമ്പത്തൂർ പോകാൻ സ്വാതന്ത്ര്യമില്ല. സഞ്ചാര സേവനം നിഷേധിക്കരുത്. എന്തായാലും കണ്ടില്ലേ, ഇതാണ് ഇവിടെ നടക്കുന്ന രസകരമായ കോമഡികൾ. അതായത് ഒരു വണ്ടി ഒരു ദിവസം, അതായത് എത്ര തവണയാ ചെക്കിങ് ഒരു വണ്ടിയിൽ? ഇതെന്താണ് ഇത്? ഇത് ഏത് ലോകമാണ് ശരിക്കും പറയുന്നത്? കേരളമോ അതോ വേറെ എന്തെങ്കിലും? എന്ത് പറയാനാ, പറഞ്ഞാൽ വാക്കുകളില്ല. ഈ നാട്ടിൽ ഇങ്ങനെയാണ്. ശരി ചെയ്യാനാന്ന് നോക്കുക. അതുപോലെ പറയാമോ? ഒരു നാണമില്ലല്ലോ. സഞ്ചാര സേവനമില്ലാത്ത നാടായി കേരളം മാറിയിരിക്കുകയാണ്. വളരെ ലജ്ജാകരം. ഇവർ ഈ പണിക്ക് നടക്കില്ല. ഇവർക്ക് വേറെ പണി ചെയ്യാൻ പാടില്ല. ഈ ഉപ്പായിട്ടുണ്ട് ഈ പണിക്ക് നടക്കാതെ. അതുകൊണ്ട് നമ്മള് ഹോം ഇംഗ്ലീഷ് അരി പഠിക്കുമ്പോൾ ഇവന്മാർ അരി വെക്കാൻ നടക്കുക. മറ്റേ ഭാഷ മാറ്റി പറയേണ്ട വരും ഇവന്മാരെടുത്ത്. അത് തന്നെ എന്തോ ചെയ്യാനാന്ന് നോക്കണം. ഇനി അടുത്ത ഇനിയും തമിഴ്നാട്ടിൽ വെക്കുമായിരിക്കും വല്ല പണി. അത് വിറ്റ് പറഞ്ഞിട്ടുണ്ടാവും തമിഴ്നാട്ടില്. പറയാൻ മുല്ലപ്പെരിയാറിന്റെ വെള്ളം കട്ട് കുറച്ച് കാശ് മേടിക്കണല്ലോ. അപ്പൊ അവർ ധാരണയില്ല ഇവർ രണ്ടുപേരും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവാണ്. എന്താ ചെയ്യാനാ? ഇനി നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കയറാൻ സമ്മതിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവും. എല്ലാവരോടും പ്രതികരിക്കാം. കാരണം അത് നമ്മൾ പ്രതികരിക്കുന്നവരെ പോലെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇനി എന്നോട് പറഞ്ഞെന്താ അറിയോ? നിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെന്നാ, ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടെന്നാ. ഞാൻ എടുത്തോളാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ വണ്ടി ഇറക്കാൻ അതാ നീ എടുത്തോളാൻ പറഞ്ഞു.
ദിവസം വന്നു എന്താ എന്ത് പറയാനാ? വെൽക്കം ടു തമിഴ്നാട്. ഒരു ലിമിറ്റ് ഒതുക്കിയോ? ആ ശരി 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 ശരി. കാണിക്കുന്ന ഒരു നമ്മൾ ഒതുക്കിയിട്ട് നമ്മൾ ചെക്ക് പോസ്റ്റ് എടുത്ത് പോകും. അവരവിടെ ക്ലിയർ ചെയ്ത ശേഷം എന്തൊരു കഷ്ടമാണ് അല്ലേ? അക്ഷരം വേണ്ടിയില്ലല്ലേ? എന്ത് വേണ്ടാന്? അല്ലത് കോടതി ഇരിക്കുന്നല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നും മിണ്ടാനില്ല. നമുക്ക് കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കട്ടെ അല്ലേ? കോടതി തീരുമാനിക്കട്ടെ. ഒരു വല്ലാത്ത ഈ വണ്ടി മാത്രം വല്ലാത്ത ചെക്കിങ് അല്ല. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞങ്ങള് ഭരിക്കുന്ന പോലെയാണ് കോടതിക്കൊന്നും വിലയില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞാ ചെറിയ മുഖ്യമന്ത്രി തന്നെ നമ്മുടെ കേരള മുഖ്യമന്ത്രി എന്നിട്ടാണ് പറഞ്ഞത്. ഇന്നലെ പറഞ്ഞതാ. പുള്ളി എല്ലാ കൊറോണ സമയത്ത് വാർത്തകൾ വായിക്കാൻ നടന്നില്ലേ? വേണ്ടില്ലേ പത്രപ്രവർത്തനം വരെ അങ്ങനെ നടത്തിയാൽ മതി. എന്താണ് ഈ ബാക്കിയുള്ള കാര്യങ്ങള് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ തമിഴ്നാട് ബോർഡർ ഈ ഒരു പാലം കൊണ്ട് അങ്ങനെ തമിഴ്നാട്ടിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് ഈ തെറി വിളിക്കുന്നത് സഭ്യമായുള്ള ഭാഷയിൽ നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷെങ്കിൽ തെറി വിളിക്കരുത്. തെറി വിളിച്ച് ആവശ്യമില്ലാത്ത പള്ളികൾ ഉണ്ടാക്കിയെടുക്കരുത്. നിങ്ങൾ നമ്മളോട് സപ്പോർട്ട് തരുന്നവരാണ്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോകും. ദയവ് ചെയ്ത് സഭ്യമായുള്ള ഭാഷയിൽ നിങ്ങൾക്ക് വിമർശിക്കാനുള്ള റൈറ്റുണ്ട്. പണി നോക്കില്ല. നിങ്ങളുടെ കാര്യം ഞാൻ എന്റേതായ കാര്യങ്ങൾ നീക്കപ്പെട്ടു പോലെ കാര്യം കഴിവുണ്ടെങ്കിൽ വേണ്ടാത്ത വെച്ചാലേ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ അറിയണ്ട. നിങ്ങളോട് പറയുമോ വേണ്ട, നിങ്ങൾക്ക് പറയണമെന്നില്ല. ലൈവ് കണ്ടല്ലോ, ലൈവ് കണ്ടല്ലോ. ഇതാണ് അവസ്ഥ. പാട്ടൊക്കെ ആകുന്നതാണ് വലിയ കാര്യം. നേരത്തെ അറിയാമായിരുന്ന ഡേറ്റ് കിട്ടിയ എനിക്ക് അവാസിനായിരുന്നു വിളിച്ചതാണ്. അതായത് ഞാൻ ബാങ്കിൽ വേണ്ടി ബാങ്കിൻ്റെ പേപ്പർ കൊടുത്താൽ അതിനപ്പുറം വേറെ എല്ലാം സന്തോഷമാണ്. ഒന്നോടെ ആ വിഷമം കേൾക്കാൻ കൊടുത്ത അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ. അങ്ങനെ ഞാൻ പറയും. അവന്റെ വിഷമം മനസ്സിലുള്ളവരാണ് അല്ലാണ്ട് വേറെ എന്റെ പണി അതിന് മുമ്പ് ഞാൻ വിദേശിലേക്ക് മേടിക്കും കാശുണ്ട്. അറിയാം നീ എന്നെ നോക്കുകയാണെ
പോയി വിളിച്ച് വന്നിട്ട് ഞാൻ റെസിപ്റ്റ് ആൾ വാങ്ങിച്ചിരിക്കും ഇന്നെ വാങ്ങാനിരുന്ന കൊണ്ടാണ് അറിയാം നിങ്ങൾക്ക് അനങ്ങണ്ടിരിക്കുന്നത് അറിയാമോ എല്ലാം പിന്നെ തീർന്നല്ലോ ഒന്നും വായിക്കണ്ട അല്ലാതെ തന്നെ വായിച്ചോ സംവിധാനം വരുന്നയാളെ നിങ്ങൾ ചെയ്യുന്നയാളല്ല നിങ്ങളുടെ വഴിയില്ലാത്ത നാട്ടിൽ ആ വീട്ടിലൊന്നോ വാടകയാറ് വെച്ചു വാടകയാറ് ഈ പക്ഷേ തമിഴ്നാട്ടിൽ പോയി ആവയിൽ പോയില്ല വാടകയാറ് വെച്ച് വീണ്ടും 3 പേര് മാസം ലിസ്റ്റ് മേടിച്ചു എത്ര പേർക്ക് 40 പേരുണ്ട് അവൻ അഭ്യാസം കഴിഞ്ഞ ദിവസം പോയി പച്ചയ്ക്ക് നല്ല പിള്ളേരുമായിട്ട് മാറ്റിയില്ലേ അവൻ നാളെ നീ അവൻ്റെ അഭ്യാസം നടക്കണം കേരളത്തെ കുറിച്ച് ആവയിൽ ആ കടയിൽ അവിടെ കടന്നു അവിടെ മെയിൻ റിപ്പോർട്ടിൽ പേപ്പർ കൊണ്ടുവന്ന് പെണ്ണിൽ പോയിട്ട് പേപ്പർ വർക്ക് കഴിഞ്ഞിട്ട് പിടിക്ക് മനസ്സിലായി അതാണ് സഹകരിച്ച് ഓർമ്മ ഇറങ്ങാം ഒരു ചായ കുടിക്കാം ചായലോ നാരങ്ങളാണെങ്കിലും നന്നായിട്ട് കേട്ടോ മൈൻഡാക്കിയല്ലേ ഇനി അതിനി മണിവിഴുങ്ങികൾ ഇനിയും മണിവിഴുങ്ങികൾ ഇനി നമുക്ക് പറ്റിയടിക്കോ വെള്ളം കുടിക്കണം ഞാൻ വന്നു ഇറങ്ങാം
അപ്പൊ എന്തായാലും ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ ഇത് ടി വിയിലല്ലേ കണ്ടിട്ടുള്ളൂ, ഇന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നേരിലല്ലേ കണ്ടത് സംഭവങ്ങള്? ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഈ കലാപരിപാടികൾ, നേർക്ക് നേരെയുള്ള വെല്ലുവിളികൾ, നേരത്തെ നേരെ. അതായത് ഞങ്ങൾക്ക് ഇനി ഒന്നും പോകാനില്ലെന്നൊക്കെയാണ് സാറുമാര് പറയുന്നത്. ഒരു സാറ് എന്റെ ജാതകം മൊത്തം എടുത്തു വെച്ചേക്കുക എന്തൊക്കെ പ്രത്യേകം ഇന്നലെ ഭീഷണി എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. അതിനിടയില്ല, അവർ ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ. അവർ ചെക്ക് ചെയ്യട്ടെ. നമ്മൾ നമ്മുടെ രോദനം പറയുന്നു. റൈറ്റ് ഇല്ല. എന്നാ പറഞ്ഞേ? സ്കൂളിൽ ഐ ഡി കാർഡ് നേരത്തെ സാറുമാര് പബ്ലിഷ് ചെയ്തില്ല. അത് തന്നെ 2 കിഡ്നിയുടെ വെയിറ്റും അതെ കരളിന്റെ വെയിറ്റും. ഇമിഗ്രേഷനിൽ പോലും ഇല്ലാത്ത സാധനമാണ് ചോദിക്കുന്നത്. എമിഗ്രേഷനിലാണ് കൂടുതലും, എമിഗ്രേഷനിലാണ് ചോദിക്കുന്നത്. MVDക്ക് മോട്ടോർ വണ്ടിയുടെ കാര്യം ചിക്കുന്നത് അവരാണെന്ന് നമുക്ക് അറിയത്തില്ല. എന്ത് ചെയ്യാനാ, എന്ത് ചെയ്യാനാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന ലൈവ് കാര്യങ്ങളാണ് കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങളെ സുഹൃത്തുക്കളെ. ലൈവ് കാഴ്ചകൾ. എന്താണ് പറയാനുള്ളത്? വയ്യ അല്ലെ, കണ്ടുപടുത്തല്ലേ. TV കേട്ടുള്ള കളിയല്ലേ കണ്ടത്. എന്തായാലും എങ്ങനെയാണ് ഈ യാത്ര? ഇതുവരെ കോയമ്പത്തൂരിൽ വർക്ക് ചെയ്യുന്നത്, ഇത്രയും നാള് യാത്ര ചെയ്തിട്ട് ഇതുവരെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ടൈമാ അല്ലേ? ഇതുവരെ ID കാർഡ് ചോദിച്ചോ ആരെങ്കിലും? ആദ്യമായിട്ടാണല്ലേ? ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മളേതാണ്ട് വലിയ തീവ്രവാദികളെ കൊണ്ടുവന്ന രീതിയിലുള്ള. എന്തായാലും കൊള്ളാം, വളരെ സന്തോഷമുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ നടന്ന കലാപരിപാടികൾ. എന്തുകൊണ്ട് വടക്കം കോയമ്പത്തൂരാണ് വർക്ക് ചെയ്തത്. എന്താണ് എക്സ്പീരിയൻസ്? ഫസ്റ്റ് ടൈം ആണല്ലേ? അപ്പൊ എല്ലാം എല്ലാം മാറിയല്ലേ, മൊത്തം ചേഞ്ച് ആയി. അതെ, മില്ലുകാരനെ കൊടുക്കാം. മില്ലുകാരന്റെ ഒരു ആരാധകൻ. ഹലോ, ഞാൻ ആരാധന മുഖത്ത് തകർന്നു നടുവടിച്ചിരിക്കുക. ഇനി നാളെ എന്നെ സ്കെച്ച് ചെയ്ത് വെച്ചേക്കുമല്ലേ സാറുമാര്? ഇനി കൊട്ടേഷനൊക്കെ കൊടുക്കുമായിരിക്കും, എനിക്കറിയില്ല. എന്നെ സ്കെച്ച് ചെയ്ത് വെച്ചേക്ക് സാറുമാർ, എന്നെ സ്കെച്ച് ചെയ്ത് വെച്ചേക്ക്. എനിക്കെതിരെ കൊട്ടേഷൻ കൊടുക്കുമെന്ന് തോന്നുന്നു ഈ കണക്കിന് പോയ. അയ്യോ, അപ്പൊ എന്തായാലും വളരെ രസകരമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ, അപ്പൊ ക്യാമറയുടെ മുന്നിൽ ഞങ്ങൾ ചെറിയ പാട്ടൊക്കെ. എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്? നല്ല അടിപൊളി യാത്രയായിരുന്നല്ലേ? വെള്ളം കുടിക്കാം. ദേ അവിടുന്നൊക്കെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുക. താങ്ക് യു. സപ്പോർട്ടുകളുടെ ആരവ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. സപ്പോർട്ടുകൾ. നമുക്ക് അങ്ങോട്ട് ഞാൻ വിളിച്ചിട്ട് വെള്ളം കുടിച്ചിട്ടോട്ടെ. അപ്പൊ കോയമ്പത്തൂരിന്റെ മണ്ണിൽ സുഹൃത്തുക്കളെ, കോയമ്പത്തൂരിന്റെ മണ്ണിൽ ഞങ്ങൾ ഇതുപോലെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മള് കട്ട വെയിറ്റിങ്ങിലാണ്. ഇനി വണ്ടി കണ്ടില്ല കേട്ടില്ലെന്ന് പറയുന്നത്. ഇതാണ് വണ്ടി, കാണേണ്ടവരൊക്കെ കണ്ടു. സോ ഇത്രയും നേരം ലൈവ് ഇട്ട് എന്റെ തൊണ്ടയെല്ലാം തീർന്നിരിക്കുകയാണ് കേട്ടോ. ഹരിതകർമ്മസേന ഇതൊക്കെ കാണുന്നുണ്ടോ? എന്ത് നല്ല നീറ്റായിട്ടാണ് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് നോക്കി കണ്ടോ, മൊത്തം തൂത്തു വിറക്കി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ലൈവ് ഓഫ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലേക്ക് പോവാണ്. ഇനി അടുത്ത ലൈവ് വരുന്നതായിരിക്കും, കാണാം. അല്ല, ഈ ലൈവ് അങ്ങ് ഓഫ് ചെയ്യാനേ. അപ്പോൾ കാണാം സുഹൃത്തുക്കളെ. മുമ്പേ നടന്ന കലാപരിപാടികളൊക്കെ എല്ലാവരും ഓർത്ത് വെച്ചോണേ. വെള്ളം കുടിക്കാം. താങ്ക് യു.